ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വെറും വിശേഷമൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ അതേ രാധാമണി തങ്കച്ചിക്ക് ഫോൺ എടുത്തുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. രാധാമണി തങ്കച്ചിയുടെ അടിമ, നമ്മുടെ അവിടുത്തെ ജോലിക്കാരി. അപ്പോൾ ഇത് കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. എന്താ സന്തോഷമെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഹാപ്പിയായി രാധാമണി. ഈ ഫോൺ കയ്യിൽ വെച്ചിട്ടാ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഈ രാധാമണി തങ്കച്ചിയെ വെല്ലുവിളിച്ചത്. അപ്പോൾ വേഗം ഫോൺ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അയ്യോ, എന്താ എന്താ കൊച്ചമ്മേ എന്ന് ചോദിച്ചു. അല്ല, ഈ ഫോണിൻ്റെ പാസ്വേഡ് എന്താ? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല, പാസ്വേഡ് അറിയാതെ പിന്നെ ഞാൻ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? എൻ്റെ കൊച്ചമ്മ എന്തീ പറയണത്? കൊച്ചമ്മയ്ക്ക് ഈ ഫോണിലുള്ള ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അതിനിപ്പോൾ പാസ്വേഡ് അറിയണമെന്ന് എന്താ നിർബന്ധം എന്ന് ചോദിച്ചു. വെറുതെ മണ്ടത്തരം പറയല്ലേ, ഇതിന് പാസ്വേഡ് അറിയാതെ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തിനാ കൊച്ചമ്മ ഒരു വീഡിയോ ആയിട്ട് ഡിലീറ്റ് ചെയ്യണത്? ഈ ഫോൺ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ പോരെ, സിമ്പിളല്ലേ, പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പോൾ ഒന്ന് ചിരിച്ചു. ആ, നീ ആള് കൊള്ളാലോ, എന്താണെങ്കിലും പൊള്ളിയായിട്ടുണ്ട്. നീ പറഞ്ഞതാ ശരി, ഒരു വീഡിയോ മാത്രമാക്കണ്ട, ഈ ഫോൺ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് രാധാമണി കൊണ്ടുപോയി നേരെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇടുകയാണ് ഈ ഫോണ്. എന്നിട്ട് ചിരിച്ചോണ്ട് നിൽക്കുക. മേഡത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ തിരിച്ചടി കൊടുക്കണം കൊച്ചമ്മേ. ഏതേ എനിക്കെതിരെ പ്രയോഗിക്കാൻ ഇനി അവൾ കാത്തു വച്ചിരുന്ന ആ വജ്രായുധം ഇനി നിർവീര്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഗൗരി? ഇനി നിനക്ക് തിരിച്ചടികളുടെ കാലമാണ്. കാണിച്ചു തരാം നിന്നെ ഞാൻ എൻ്റെ കാൽ കീഴിലിട്ട് ഇത്ര ഇഞ്ഞ പറഞ്ഞ ചവിട്ടി അരയ്ക്കാൻ പോവാ. നിനക്ക് തടയാമെങ്കിൽ നീയൊന്ന് തടഞ്ഞു നോക്ക്, കാണിച്ചു തരാം. അപ്പോൾ രാധ ഭയങ്കര സന്തോഷത്തിലാണ്, എത്രയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലേക്ക് കയറി വന്നോടനെ ഗൗരി എന്ന് വിളിച്ചു. അപ്പോൾ ഗൗരി കിച്ചണിലായിരുന്നു, നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും മുഖത്തോട്ട് മുഖം നോക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വന്നു. എന്താമ്മേ, എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ അടുക്കളയിൽ കുറച്ച് ജോലിയാണ്, എന്തെങ്കിലും അത്യാവശ്യം കേട്ടോ? വേറെ അത്യാവശ്യമൊന്നുമില്ല. നീ അന്ന് നിൻ്റെ ഫോണിൽ എന്തോ ഒരു വീഡിയോ എടുത്തില്ലേ, ആ വീഡിയോ എനിക്കൊന്ന് കാണണം. അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇപ്പോൾ ഇനി എന്തിനാ? ഞാൻ ആ വീഡിയോ ഒന്ന് കാണുന്നത് കൊണ്ട് നിനക്കെന്താ കുഴപ്പം? ഒന്ന് കണ്ടാൽ മാത്രം മതി, നീ ഫോൺ എൻ്റെ കയ്യിൽ തരണ്ട, ആ വീഡിയോ കാണിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ ഫോൺ എൻ്റെ കയ്യിലില്ല. ഫോൺ നിൻ്റെ കയ്യിലില്ല എന്നെനിക്ക് മനസ്സിലായി. ചിലപ്പോൾ നിൻ്റെ റൂമിൽ കാണുമായിരിക്കും അല്ലേ? നീ പോയി ഫോൺ എടുത്തോണ്ട് വാ. ആ ശരി, അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഫോൺ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൗരി റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതേ ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഗൗരി, എന്താ ഇവിടെ സംഭവം? എന്താ പ്രശ്നം? നമ്മുടെ അമ്മ എന്തോ ചുട്ട പ്ലാനിങ്ങിലാണല്ലോ. മോനെ ശങ്കര, അമ്മയ്ക്കൊരാഗ്രഹം, ഇവളുടെ ഫോണിൽ നീ എടുത്ത ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ട് അവൾ ഫോൺ എടുക്കാൻ പോവായിരുന്നു. അമ്മേ, ഇനി എന്തിനാ ആ കാര്യങ്ങളൊക്കെ ഗൗരിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണത്? ഞാനൊന്ന് കാണുന്നത് കൊണ്ട് നിനക്കെന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനി ഇവളുടെ ഫോണും അങ്ങനെ ഒരു വീഡിയോ ഇല്ലേ, അതോ ഈ ഫോണേ ഇല്ലേ? ഏതാ സത്യം? ശങ്കർ, അമ്മയ്ക്ക് ആ വീഡിയോ ഒന്ന് കാണണമെന്നല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. ഞാൻ പോയി ആ ഫോൺ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു ഗൗരി. അപ്പോൾ ശങ്കർ കൈക്ക് പിടിച്ചു. ഗൗരി, നിൻ്റെ ഫോൺ അതിന് അവിടെ വേണ്ടേ? അതവിടെ കാണാനില്ലല്ലോ ഗൗരിയെ, അതെവിടെ പോയി? ഫോൺ കാണാനില്ലേ? ഫോൺ ഞാനവിടെ ചാർജിനിട്ടിരിക്കുകയായിരുന്നല്ലോ, പിന്നെ എവിടെ പോവാനാ? എന്ത് പറ്റിയടാ മോനെ, ഇവളുടെ ഫോൺ കാണുന്നില്ലേ? ഷോ, കഷ്ടമായല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അയ്യോയ്യോ, അപ്പോൾ രാധാമണി ഭയങ്കര പെർഫോമൻസാണ്. അല്ല, അന്ന് നീ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവൾ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നോ, എനിക്കെതിരെ കേസ് വരുമെന്നോ. ഇപ്പോൾ ആ ഫോൺ തന്നെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇവൾ എന്ത് ചെയ്യും മോനെ? എന്ത് ചെയ്യൂടാ കുട്ടിശങ്കര? ഇനി ആ സ്ഥിതിക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ, നടന്നില്ല. എൻ്റെ അമ്മയുടെ ഏതെങ്കിലും ഒരാഗ്രഹം ഈ കുട്ടിശങ്കരൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? അത് പറയാമേ. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഗൗരിയുടെ ഫോണിൽ ആ വീഡിയോ ഒന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ അമ്മയ്ക്ക് ആഗ്രഹം. ശരിയാക്കി തരാം. അപ്പോൾ ശങ്കർ ഫോൺ ഇങ്ങോട്ട് എടുത്തു. ഇതാട്ടോ വീഡിയോ എന്ന് പറഞ്ഞ് അതേണ്ട കാണിച്ചങ്ങ് കൊടുക്കുകയാണ്. ഇതാട്ടോ ആ വീഡിയോ, അമ്മ കണ്ണ് നിറച്ചങ്ങ് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു.
രാധാമണി ഞെട്ടി തരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ട്രക്കായി പോയി. ഇതെന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ പേടിച്ച് വരണ്ടങ്ങ് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഫോൺ വെള്ളത്തിയിട്ടതോ, അപ്പോൾ വീഡിയോ പോയതോ, ആകെ പെട്ടു. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് വിയർത്തൊഴുകി. അയ്യോ, അപ്പം പിന്നെ ഞാൻ വെള്ളത്തിൽ മുക്കിയത് ആരുടെ ഫോണാ? അപ്പോഴാണ് മഹാദേവൻ പിച്ചും പേയും പറയണത് പോലെ ദേഷ്യപ്പെട്ട് ഇറങ്ങി വരണത്. ഈ കുടുംബത്തിലെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇവിടെ കാണില്ല. എന്തൊരു എത്ര നേരമായി തിരയാൻ തുടങ്ങിയിട്ട് ഇത് എവിടെയത്? അച്ഛാ, എന്തിട്ടാ പ്രശ്നം? എടാ മോനെ കുട്ടിശങ്കര, അച്ഛൻ്റെ ഫോണേ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്ന മോനെ, ഇപ്പം നോക്കുമ്പോൾ കാണാനില്ല. എൻ്റെ ഈശ്വര, അബദ്ധം പറ്റിയോ? രാധാമണി ചങ്ക തിരുമാൻ തുടങ്ങി. അതാരപ്പാ? നമ്മുടെ വീട്ടിലൊരു ഫോൺ കളനോ? ഇന്ന് നമ്മുടെ പാർട്ടി മീറ്റിങ്ങിന് പോകാനുള്ളതായിരുന്നു. ഇനി ചിലപ്പോൾ അച്ഛൻ കാറിലെങ്ങാനും ഫോൺ മറന്നു വച്ചിട്ടുണ്ടാവോ? ഇല്ലടാ കന്നാലി, ഞാൻ ഇന്ന് റൂമിൽ കുറച്ച് നേരം മുൻപ് നമ്മുടെ ബാറിലെ മാനേജറെ അയാളെ വിളിക്കായിരുന്നേ. അതിനുശേഷം ഞാൻ അവിടെ വെച്ചതാ. അയ്യോടാ, ഇതാരാ ഈ പണി കാണിച്ചത് എന്ന് ചോദിച്ച് ഒരു ബക്കറ്റും പിടിച്ച് പിള്ളച്ചേട്ടൻ അകത്തേക്ക് കയറി വരികയാണ്. എന്തുവാടാ പിള്ളേ ബക്കറ്റും ഒക്കെ ആയിട്ട് എന്ന് മഹാദേവൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ശങ്കരി ചോദിക്കുവാണ്, എന്താ പിള്ളച്ചേട്ടാ, നമ്മുടെ സാമുദായിക പാർട്ടി ബക്കറ്റ് പിരിവൊക്കെ തുടങ്ങിയോ? കുഞ്ഞി ബക്കറ്റിലോട്ടൊന്ന് നോക്കിയാട്ടെ. ബക്കറ്റിൽ എന്തുട്ടാ പിള്ളച്ചേട്ടാ സംഭവം? അതെ, വല്ല നീന്തലാണോ? കുഞ്ഞൊന്ന് വന്ന് നോക്ക്. എടോ, താൻ ഈ ബക്കറ്റ് പിടിച്ച് നിൽക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയടോ പിള്ളേ. അതെ, ഇദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്ത് ആരോ വെള്ളത്തിലിട്ടിരിക്കുന്നു. ഞെട്ടിപ്പോയി മഹാദേവൻ. അയ്യോ, ഇതാരാ ഈ പണി കാണിച്ചത്? എൻ്റെ ഫോണോ? ഇതാരാ ഇപ്പം? ഇത് നോക്കിയാട്ടെ. അപ്പോൾ വേഗം ശങ്കർ ഫോൺ വാങ്ങിച്ചു. സംഭവം ശരിയാണല്ലോ, നമ്മുടെ അച്ഛൻ്റെ ഫോൺ തന്നെയാണല്ലോ. അച്ഛാ, ഈ ഫോണിൽ വെള്ളം, അയ്യോ ഇത് നിറച്ച് വെള്ളം കയറി, ഇത് മൊത്തം ഡെഡായി പോയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചോദിച്ചു കേട്ടില്ലേ ഇതാരാ ചെയ്തതെന്ന്? അപ്പോൾ രാധാമണിയും മറ്റവരും ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുകയാണ്, പേടിച്ച് നിൽക്കുക. ഈ വീട്ടിൽ ആരോ തന്നെയാണ് ഈ കുരുത്തം കെട്ട പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആരാന്നാ ചോദിച്ചത്? നിങ്ങൾ സത്യം പറഞ്ഞു. ഇത് കാണിച്ചത് ആരാണെങ്കിലും മര്യാദയ്ക്ക് തുറന്നു പറഞ്ഞു കേട്ടോ, അതാ നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം അറിയും. അച്ഛാ, എനിക്ക് ഒരാളെ ഡൗട്ട് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കുട്ടിശങ്കരൻ. ആരെയാ മോനെ? നിനക്കാരെയാടാ ഡൗട്ട്? ഈ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാട്ടോ അച്ഛാ, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുക. അച്ഛാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല പരിചയമുള്ള അടുപ്പമുള്ള ഒരാളാണ് കേട്ടോ ഇത് ചെയ്തിരിക്കണത്, മറ്റാരുമല്ല. നമുക്കൊരു കാര്യം ചെയ്താലോ അച്ഛാ? അതിനൊരു വഴിയുണ്ട്. നമുക്ക് പോലീസിനെ അങ്ങ് വിളിച്ചാലോ? എന്തു പറയുന്നു? അച്ഛനൊരു കാര്യം ചെയ്യാം. ഈ ഫോണിൽ നിന്ന് പിള്ളച്ചേട്ടാ, എന്തിട്ടാ വകുപ്പ്? ഭവനഭേദനം, മോഷണം, 5-6 വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു പേടിച്ചിങ്ങനെ നിൽക്കുക. അച്ഛാ, ഈ ഫോണിൽ നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചേ, എന്നിട്ട് വേഗം ഇങ്ങ് വരാൻ പറ അച്ഛാ, അതാ നല്ലത്. ആരാ ഇത് ചെയ്തെന്ന് അറിയണമല്ലോ. അയ്യോ, ഞാൻ നിരപരാധിയാണേ, ഇതാരാ ചെയ്തതെന്ന് അറിയണമല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും വേഗം ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഇത് കൊച്ചമ്മ പറഞ്ഞിട്ടാ ചെയ്തത്. എന്താ പറഞ്ഞത്? അപ്പം മഹാദേവൻ ഞെട്ടിപ്പോയി. കൊള്ളാം, എന്ത് രാധ പറഞ്ഞിട്ടോ? അതെ, ഞാൻ ഫോണ് കൊച്ചമ്മയുടെ കയ്യിൽ കൊടുത്തു. കൊച്ചമ്മ തന്നെയാണ് ബക്കറ്റിലേക്ക് ഫോൺ ഇട്ടത്, അല്ലാതെ ഞാനല്ല. ഇതിനകത്ത് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. കൊച്ചമ്മ സ്വന്തമായിട്ടാണ് വെള്ളത്തിലൊക്കെ ഇട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ രാധ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അവർ പണി പറ്റിച്ചു, പേടിച്ചു പോയി പോലീസ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ രാധ ആകെ ചൂടിങ്ങി നിൽക്കുകയാണ്. എടി രാധ കന്നാലി, നിന്നെ എന്താടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, CMൻ്റെ പേഴ്സണൽ നമ്പർ അടക്കമുള്ള ഫോണാണത്, അതൊക്കെ വെള്ളത്തിലിട്ടിരിക്കുന്നത്. നിനക്കെന്താടി തലക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടോ? നിന്നെ എന്താടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചോ. നിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇങ്ങോട്ടേക്ക് വാടി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാധാമണി ഒരു ഒറ്റ ഓട്ടം മഹാദേവൻ ചെന്നപ്പോഴേക്കും, ഒളിച്ചും കളിച്ചും ഒക്കെ മതി, ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. എന്നെ ഉപദ്രവിക്കല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. നിനക്ക് അബദ്ധം പറ്റിയതാണല്ലേ? മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോട്ടോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം നിൻ്റെ അബദ്ധമൊക്കെ. ശങ്കർ, ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് ഗൗരി അത് വാങ്ങി. എന്നിട്ട് അതിനകത്തുനിന്ന് സിം ഇങ്ങ് ഊരി എടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ സിം അങ്ങ് ഊരിയെടുത്തിട്ട് ഗൗരി ആ കൈ പിടിച്ചിട്ട്, അച്ഛാ ദേ ഈ ഫോണിൻ്റെ സിം ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഫോണിലുള്ള കോണ്ടാക്റ്റുകളൊന്നും നഷ്ടപ്പെട്ടില്ല. അച്ഛൻ പേടിക്കണ്ട, പുതിയൊരു ഫോൺ വാങ്ങി ഈ സിം അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ. ഇവൾ എന്തൊട്ടിനാ എൻ്റെ ഫോൺ വെള്ളത്തിലിട്ടതെന്ന് എനിക്കറിയണം. എന്താ കാര്യമെന്ന് എനിക്കറിയണം. അമ്മ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല അച്ഛാ, അമ്മയ്ക്ക് എന്തോ അബദ്ധം പറ്റിയത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ഗൗരി. ആണോ അമ്മേ, അമ്മയ്ക്ക് എന്താ അബദ്ധം പറ്റിയതാ എന്ന് ചോദിച്ചു ശങ്കർ. മിണ്ടുന്നില്ല, മിണ്ടാതെ നിൽക്കുകയാണ് രാധാമണി പേടിച്ചൊരു മൂലയ്ക്ക്. അച്ഛാ ആ നിപ്പും ആ ഭാവവും ഒക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് അബദ്ധം പറ്റിയത് തന്നെയാണെന്നാ തോന്നുന്നത്. വിട്ടേരച്ചാ, അമ്മ അറിയാതെ എന്തോ ചെയ്തു പോയതാ. അമ്മയെ ഉപദ്രവിക്കുന്നത് കൊണ്ട് എന്തായാലും ഫോൺ ശരിയായി കിട്ടില്ലല്ലോ. ഒരു ഫോണല്ലേ ഉള്ളൂ, പുതിയൊരെണ്ണം വാങ്ങിയാൽ ഈ പ്രശ്നം തീരുമല്ലോ അച്ഛാ. അച്ഛൻ വിഷമിക്കാതെ. ദാണ്ടേ പാർട്ടി ഓഫീസിൽ അദ്ദേഹത്തെ എല്ലാവരും കാത്തിരിക്കുക. പോകുന്ന വഴിക്ക് നമുക്കൊരു ഫോൺ വാങ്ങാം, അതേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടൻ. എടി ജാതേ, നീ ഒരു കാര്യം തലയ്ക്ക് വെളിവില്ലാത്തവളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരത്യാവശ്യത്തിന് ഞാൻ ഇറങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഒന്നും ചെയ്യണില്ല. പക്ഷേ ഞാൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് നിനക്കുള്ള പണി നിനക്ക് ഞാൻ ഡബിളായിട്ട് തന്നെ തിരിച്ചു തരാം കേട്ടോ രാധേ. നീ കാത്തു തന്നെ ഇരുന്നു. നീ വാടോ പിള്ളേ. അപ്പോൾ ആ സിമ്മിങ്ങതാ എന്ന് പറഞ്ഞാൽ ആ സിമ്മും വാങ്ങിക്കൊണ്ടാണ് മഹാദേവൻ അങ്ങ് പോണത്. അപ്പോൾ ഇത് കണ്ട് ശങ്കറിന് ചിരി സഹിക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ സംഭവിച്ചത്, ആരെ എന്നെ ചതിച്ചത്, ഞാൻ എന്തു മണ്ടത്തര കാണിച്ചത് എന്നൊക്കെ ഓർത്ത് രാധാമണി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് രാധാമണി നേരെ ജോലിക്കാരിയെ വിളിച്ചു. എന്നിട്ട് ചൂടാകണം. ആരുടെ ഫോണടി നീ മോട്ടിച്ചോണ്ട് വന്നത്? എൻ്റെ പൊന്നു കൊച്ചമ്മേ, അത് മേഡത്തിൻ്റെ ഫോൺ തന്നെയായിരുന്നു. നീ എന്നെ പറ്റിക്കാൻ നോക്കരുത്. നീ എന്നെ മനഃപൂർവ്വം ചതിച്ചല്ലേടി. ഞാൻ എൻ്റെ രാധാമണി കൊച്ചമ്മയെ ചതിക്കാനോ? നീ എന്നെ ചതിച്ചല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിച്ചത്? അയ്യോ എനിക്കൊന്നും അറിയില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ കൊച്ചമ്മേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കാടി അറിയാവുന്നത്? എനിക്ക് എന്ന് പറഞ്ഞ് കുട്ടി ശങ്കരൻ അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്തോ. അമ്മയുടെ ഈ കുട്ടി ശങ്കരന് അല്ലാണ്ട് ആർക്കമ്മ ഈ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുക? അപ്പോൾ ശങ്കർ ഒരു ചിരിയൊക്കെ ചിരിച്ച് നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അമ്മയ്ക്ക് എന്താ ഇപ്പം അറിയേണ്ടത്? അമ്മ ധൈര്യമായിട്ട് ചോദിച്ചോ. ഗൗരിയുടെ ഫോണാണെന്ന് കരുതി അമ്മ വെള്ളത്തിൽ മുക്കിയത് അച്ഛൻ്റെ ഫോണായി പോയി. അയ്യോടാ, അത് വളരെ കഷ്ടമായി പോയല്ലോ അമ്മേ. അതെങ്ങനെയാ മാറിയെന്നാണോ അമ്മയ്ക്കറിയേണ്ടത്? പറഞ്ഞു തരാട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. ഇവളുണ്ടല്ലോ, ഈ ചേച്ചി, അമ്മയുടെ ഈ അടിമ, ഇവളൊരു പണി ഒപ്പിച്ചു. ഇവളാ മേളി കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞിട്ട് ഗൗരിയുടെ ഫോൺ മോഷ്ടിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടോ. കാര്യമൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ എന്താ ചെയ്തെന്നറിയോ? ഗൗരിയുടെ ഫോണിൻ്റെ കവർ അങ്ങോട്ടേക്ക് ഊരി മാറ്റി. എന്നിട്ട് ആ കവർ നമ്മുടെ അച്ഛൻ്റെ ഫോണിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അച്ഛൻ്റെ ഫോണിൻ്റെ കവറ് ഗൗരിയുടെ ഫോൺ ഇരുന്ന സ്ഥലത്ത് കൊണ്ടെഴുതി. അത് ഗൗരിയുടെ ഫോണാണെന്ന് തെറ്റിദ്ധരിച്ച് ഫോണെടുത്ത് കൊണ്ടുവന്ന് ഇവർ അമ്മയുടെ കയ്യിലേക്ക് കൊണ്ടുതന്നു. അമ്മ ഒന്നും നോക്കാതെ ഫോണെടുത്ത് അങ്ങോട്ടേക്ക് വെള്ളത്തിലേക്ക് മുക്കുകയും ചെയ്തു. നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മയോട് നീ ചെയ്തത് ശരിയാണോ? നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ എൻ്റെ പാവം ഗൗരിക്ക് പണി കൊടുക്കാൻ തോക്കുമ്പോൾ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് എൻ്റെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അത് തെറ്റിപ്പോയി. എൻ്റെ പെണ്ണിനൊരു അപകടം ഉണ്ടാകുമ്പോൾ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ അമ്മേ? എന്താ ശരിയല്ലേ? ഒരു കെട്ടിയോൻ്റെ കടമ അതല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റമ്മേ? പറ. എൻ്റെ പൊന്നമ്മേ, ഗൗരി കുറച്ച് ദിവസമെങ്കിലും മനസ്സമാധാനത്തോടെ ഇവിടെ ഒന്ന് ജീവിച്ചോട്ടെ. അതിനെ അവളുടെ ഫോണിൽ ആ വീഡിയോ ഉണ്ടേ പറ്റുള്ളൂ. എൻ്റെ അമ്മയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ശല്യവും ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോൾ അമ്മ പറയാതെ തന്നെ അമ്മയുടെ കുട്ടിശങ്കരൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയില്ലേ? എന്താ അമ്മയ്ക്ക് അമ്മയുടെ ശങ്കരനെ വിശ്വാസമില്ലേ? പറ അമ്മേ എന്ന് പറഞ്ഞ് കിറി ഇങ്ങനെ മാറ്റി പിടിച്ചു കേട്ടോ. എന്നിട്ട് രാധാമണി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അതവിടെ നിൽക്കുകയാണ് മറ്റവർ. എന്തേ അടിമക്കണ്ണ് പോണില്ലേ? പെട്ടെന്ന് ചെന്നാട്ടെ വാല് എന്ന് പറഞ്ഞ് അവരെയും പറഞ്ഞു വിട്ടു. എന്നിട്ട് കുട്ടിശങ്കരനൊരു മീശയൊക്കെ പിരിച്ച് നല്ല ചാരങ്ങാട്ട് വീടിൻ്റെ എന്താ പറയുക കവാടത്തിലിങ്ങനെ നിൽക്കുകയാണ്. നല്ല അടിപൊളി തലയെടുത്ത കൊമ്പൻ നിൽക്കണ പോലെയാണ് നിൽക്കുന്നത്. ഭയങ്കര സ്റ്റൈലായിട്ടോ. നമ്മുടെ ശങ്കറിന് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു അങ്ങോട്ടേക്ക് വന്നു. ആദർശേട്ടാ,
ഇവിടെ ഏതാ നല്ല ഹോട്ടൽ എന്ന് ചോദിച്ചു. എന്തിനാ രഞ്ജു, ഇപ്പോൾ എന്താ ഫുഡ് കൊണ്ടുവന്നില്ലേ? ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്തില്ല, അതുകൊണ്ടേ പുറത്തുനിന്ന് പോയി കഴിക്കാമെന്ന് വെച്ചോ. ഏതായാലും താൻ ഹോട്ടലിലേക്കൊന്നും പോയി കഴിക്കണ്ട. എന്താണേലും ഞാൻ രണ്ടാൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്താണല്ലോ അമ്മ അങ്ങനെ വെക്കാറുണ്ട്, നമുക്ക് രണ്ടുപേർക്കും എൻ്റെ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാം. അയ്യോ വേണ്ട ആദർശേട്ടാ എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, വാ താൻ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് ഇവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? സത്യം പറയാലോ, ഈ ഫുഡ് ഞാൻ മിസ്സാക്കി ഏതെങ്കിൽ അമ്മ നഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റ്. സത്യം പറയട്ടെ, ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കാറില്ല. എവിടെ മീറ്റിങ്ങിനോ എന്തിനു പോവാണെങ്കിലും അമ്മ പൊത്തിക്കെട്ടി തന്നു വിടാറാ പതിവ്. അതാണ് ശീലം. പണ്ട് കിൻഡർ ഗാർഡനിലൊക്കെ കുട്ടികളെ കൊണ്ടുവിടുമ്പം അമ്മമാരൊരു കെയറിങ് ഉണ്ടാവില്ലേ, അതേ കെയറിങ്ങില്ല അമ്മ ഇപ്പോഴും എന്നെ. പിന്നെ എന്നെ മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയത്തിമാരുടെ കാര്യത്തിലും. അപ്പോൾ ഇത് കേട്ടപ്പോൾ രഞ്ജുവിൻ്റെ മുഖഭാവം പെട്ടെന്നൊന്ന് മാറിയിട്ടോ. എന്താ താനെന്താണോ മുഖം പെട്ടെന്ന് മാറിയത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന്. എന്നാൽ താൻ പറയ എന്ന് ചോദിച്ചു. അല്ല മിമിക്രി ഒന്നും ഇപ്പം എന്താ പറയുക, ആദർശേട്ടൻ ഒരിക്കലും ചെയ്യാറില്ല. അതൊക്കെ വിട്ടോ. അതൊക്കെ അന്നത്തെ കാലമല്ലേടോ, ഇപ്പം ആര് ചെയ്യാനാ? പിന്നെ ആദർശേട്ടൻ അന്ന് ചെയ്തിരുന്നതൊക്കെ ഓർത്താൽ എനിക്ക് പറ്റില്ല കേട്ടോ. എന്ത് രസമായിരുന്നു ആദർശേട്ടൻ്റെ മിമിക്രിയൊക്കെ കേൾക്കാനായിട്ട്. പിന്നെ ആദർശേട്ടന് സ്റ്റൈലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് കോളേജിലെ ഹീറോ ആയിരുന്നു എന്ന് തന്നെ പറയാലോ. ഞാൻ ആദർശേട്ടനെ ആദ്യം കണ്ടതെന്നറിയോ? ആദർശേട്ടനെ കേൾക്കണോ? ഇതൊന്നുമല്ല, ഒരുപാട് കഥകളുണ്ട്, താൻ പറയേ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജു ഓരോ കഥകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആദർശിൻ്റെ വീരസാഹസ കഥകൾ. അപ്പം ഞങ്ങൾ ക്യാൻറ്റീനിൽ ആദ്യത്തെ ദിവസം ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഒരുത്തൻ ആ പെണ്ണുങ്ങളോട് വളരെ മോശമായിട്ട് അവരേക്ക് എന്താ പറയുക, വളരെ മോശം വർത്തമാനത്തിലൊക്കെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആദർശേട്ടൻ അങ്ങ് കയറി വന്നത്. അവനെ കസേരയോട് പൊക്കിയെടുത്ത് ശരിക്കും ബാഹുബലിയിൽ അവൻ എടുക്കുന്നത് പോലെ പൊക്കിയെടുത്ത് എറിയുന്നൊക്കെ കണ്ടാണ്ടല്ലോ. സത്യം പറയാലോ ആദർശേട്ടാ, എത്ര സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സീനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് രഞ്ജുവിൻ്റെ ഈ വർത്തമാനത്തിൽ അഡിക്റ്റായി പോയി എന്ന് പറയാം. വാ പൊളിച്ചിരുന്നാണ് ആദർശ് ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലെ കമലേനെയാണ്. അപ്പോൾ കമലയ്ക്ക് ഗുളികയൊക്കെ എടുത്തു കൊടുക്കുകയാണ് ഗൗരി. അപ്പോൾ ഗൗരി എടുത്തു കൊടുത്ത ശേഷം ഇത് ഇപ്പോൾ കഴിക്കണം, പിന്നെ ഇത് ആഹാരത്തിന് മുന്നേ, ഇത് ഉച്ചയ്ക്ക് ആഹാര ശേഷം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മറക്കരുത് കേട്ടോ, ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗൗരി പോകാൻ തുടങ്ങിയപ്പം ഗൗരി കുറച്ച് നേരം എൻ്റെ അരികിലൊന്ന് ഇരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി അടുത്തിരുന്നു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ഏട്ടത്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കൊരു ദേഷ്യമില്ല. നീ ചെയ്തതൊക്കെ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഞാൻ തന്നെ നിന്നെ പിന്നിൽ നിന്ന് കുത്തി. അല്ല ഗൗരി, എൻ്റെ അവസ്ഥ അതായിപ്പോയി. ഏട്ടത്തി അങ്ങനെ ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ടെന്നേ. കമലെടുത്തിയുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. അതല്ല ഗൗരി, മനഃപൂർവ്വം ഞാൻ നിന്നെ ചതിക്കാൻ നോക്കിയിട്ടില്ല ഗൗരി. അപ്പം തേനും കരയാണ്. എന്തിനാ കരയണത്? കണ്ണൊക്കെ തുടയ്ക്ക്, വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കണ്ണൊക്കെ തുടച്ചു ആൾ. ഭർത്താവിൻ്റെ സ്നേഹവും പരിചരണവും ഒക്കെ അനുഭവിച്ച് സന്തോഷകരമായി ജീവിക്കണം എന്നാണ് എല്ലാ ഭാര്യമാരുടെ പോലെയും ഞാനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ശേഖരേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അങ്ങനൊരു ജീവിതമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തെ കാര്യം പറയണ്ടല്ലോ, സ്വപ്നം അല്ലല്ലോ ജീവിതം. അല്ലേ ഗൗരി? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പിന്നീട് അറിയാലോ എൻ്റെ ഓരോ അവസ്ഥകളും. അതിനവസാനം ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടാൻ പോന്നു എന്നെനിക്ക് തോന്നിയ നിമിഷം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ശേഖരേട്ടൻ അത് തിരുത്താൻ തയ്യാറായപ്പോൾ അപ്പോഴാ ഞാൻ സാധാരണ സ്ത്രീ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചു പോയത്. നീ എന്നോട് ക്ഷമിക്കുക ഗൗരി. എൻ്റെ കുഞ്ഞിനെയും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പോരാടിയ നിന്നെ ഞാൻ മറന്നു പോയത്. എന്നോട് ക്ഷമിക്കുക ഗൗരി എന്നൊക്കെ പറഞ്ഞ് കമല കരയാണ് കേട്ടോ. ഇപ്പോൾ ഗൗരി ഒന്നും മിണ്ടിയില്ല, കമലയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.